ഹായ് ഹലോ രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അമ്മ ഇന്ന് പറയാൻ പോണത് അമ്മ സ്കൂൾ പഠിക്കുന്ന കാലത്ത് നമ്മുടെ സ്കൂൾ മാഷ് അമ്മയ്ക്ക് പറഞ്ഞു തന്നൊരു കഥയാണ്. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതം സ്വാർത്ഥകമാകുന്നത് എപ്പോഴെന്നുള്ളതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് ഈ കഥ കേട്ടോ. അപ്പോൾ അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മാഷ് പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു കഥാരൂപത്തിൽ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പോൾ ഒരു അടുത്തൊരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലേക്ക് ഒരു ഗുരുജി ചെല്ലാണ്. ഒരു ഗുരുജി ചെല്ലണ സമയത്ത് അവിടെയുള്ള ആൾക്കാർ ചോദിക്കുകയാണ് ഒരു മനുഷ്യനാകുന്നത് എപ്പോൾ എന്നുള്ളത്. അപ്പോൾ ഗുരുജി പറഞ്ഞു കൊടുത്തതാണ് ഈ കഥയുടെ ഉള്ളടക്കം. ഗ്രാമവാസികളെല്ലാം ഇദ്ദേഹം എന്താ പറയണമെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പിന്നിൽ തടിച്ചുകൂടി, ഒരുപാട് ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? അദ്ദേഹത്തിന്റെ ചുമലിലൊരു ഭാണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ തോൾസഞ്ചി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്താ ചെയ്ത മനുഷ്യപ്രതിമകളെ 4 മനുഷ്യപ്രതിമകൾ അതിന്ന് എടുത്തു. ഒപ്പം തന്നെ 4 ഗ്ലാസ്സുകളെ, നമ്മളെ കല്ലിന്റെ ഗ്ലാസ്സുകൾ ഉണ്ടല്ലോ, കുപ്പി ഗ്ലാസ്, അങ്ങനെ 4 ഗ്ലാസ്സും എടുത്തു. അദ്ദേഹം അതിൽ 4 ഗ്ലാസ്സിലും ഒരേപോലെ വെള്ളം ഒഴിച്ചു വെച്ചു. എന്നിട്ട് അദ്ദേഹം ഈ 4 പ്രതിമകൾ എന്തിൻ്റെന്നറിയോ? ആദ്യത്തേത് കല്ലിന്റെ, രണ്ടാമത്തേത് മണ്ണിന്റെ, മൂന്നാമത്തേത് പഞ്ഞിയുടെ, നാലാമത്തേത് കൽക്കണ്ടത്തിന്റെ. ഈ 4 പ്രതിമകളും അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യം കല്ലിന്റെ പ്രതിമ ഈ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഇട്ടുവെച്ചു. രണ്ടാമതായിട്ട് അദ്ദേഹം മണ്ണിന്റെ പ്രതിമ ഈ കല്ലിന്റെ ഗ്ലാസ്സിലേക്ക് ഇട്ടുവെച്ചു. മൂന്നാമത്തത് പഞ്ഞിയുടെ, നാലാമത്തത് കൽക്കണ്ടത്തിന്റെ. മനുഷ്യപ്രതിമകളെ പോലെ തന്നെയാണ് കേട്ടോ അത് കാണാൻ. അതിലിട്ട് വെച്ചിട്ട് ശേഷം അദ്ദേഹം എല്ലാവരുടെയും ശ്രദ്ധ ഈ ക്ലാസ്സിലേക്ക് കേന്ദ്രീകരിച്ചു. ഓക്കെ, അപ്പോ എല്ലാവരും അതിലേക്ക് തന്നെ ഉറ്റുനോക്കി, എന്താ ഇനി ഇവിടെ സംഭവിക്കണമെന്ന് അറിയില്ലല്ലോ. അപ്പൊ അദ്ദേഹം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് കല്ല് പ്രതിമ ഇട്ട് വെച്ച ഗ്ലാസ്സിൽ നിന്ന് കൽപ്രതിമ പുറത്തേക്ക് എടുത്തു. അപ്പോൾ അതിനൊന്നും പ്രത്യേകിച്ച് സംഭവിച്ചിട്ടില്ല. അത് അതേപടി ഇരിക്കുന്നു, ക്ലാസ്സിലെ വെള്ളം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ചില മനുഷ്യർ ഇങ്ങനെയാണ്, ചുറ്റുപാടും എന്ത് തന്നെ നടന്നാലും അവർക്ക് ഒന്നും സംഭവിക്കില്ല. അവരുടെ വിചാരം ഒന്നേ ഉള്ളൂ, എനിക്കൊന്നും സംഭവിക്കരുത്, എനിക്ക് എപ്പോഴും സുഖമായിരിക്കണം. അത് മാത്രമാണ് അങ്ങനെയുള്ള ഒരു വിഭാഗം ജനങ്ങളുടെ ചിന്ത. ഈ ഗ്ലാസ്സിലിട്ട് വെച്ച കൽപ്രതിമയുടെ അതേ മനോഭാവത്തിലുള്ള ഒരു കൂട്ടം മനുഷ്യരുണ്ട് കേട്ടല്ലോ. അപ്പൊ രണ്ടാമത്തെ ഗ്ലാസ്സിലെ പ്രതിമ അത് കഴിഞ്ഞ വഴിക്ക് ഇദ്ദേഹം എടുത്തു പുറത്തേക്ക്. അപ്പോൾ എന്താ, പ്രതിമ തന്നെ ഇല്ല. പ്രതിമ ആ ഗ്ലാസ്സിലെ വെള്ളത്തിൽ ചെളിയുടെ മണ്ണിന്റെ പ്രതിമയല്ലേ, അതാകെ വെള്ളം മുഴുവനും കലങ്ങിയിട്ട് പ്രതിമ തന്നെ എടുക്കാൻ കിട്ടിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കണ്ടല്ലോ, ഒരു കൂട്ടം വിഭാഗം ജനങ്ങൾ ഇങ്ങനെയാണ്. എങ്ങനെ? നമ്മളുടെ കൂടെ കൂടിയവരെ മുഴുവനും നശിപ്പിക്കും. ഈ ചെളി കണ്ടില്ലേ, വെള്ളം ചെളിയായി മാറിയില്ലേ, ചെളി കളറായില്ലേ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സ് ഈ ചെളി ഉള്ള പ്രതിമയുടെ പോലെ തന്നെയാണ് ഒരു കൂട്ടം മനുഷ്യരുടെ മനസ്സ്. അവര് എന്നായാലും അവർ നശിച്ചു പോകും, കൂടെ മറ്റുള്ളവരെ കൂടി അവർ നശിപ്പിച്ചിട്ടേ അവർ പോകൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മൂന്നാമത്തെ ക്ലാസ്സിലെ പഞ്ഞിയുടെ പ്രതിമയെ അദ്ദേഹം പുറത്തേക്ക് എടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഗ്ലാസ്സിലൊരു തുള്ളി വെള്ളം പോലും ഇല്ല. എല്ലാം പഞ്ഞി പ്രതിമ അതിലേക്ക് ആവാഹിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ഞി പ്രതിമ കനം കൂടി, അത്രയേ ഉള്ളൂ. അതുപോലെയാണ് ചില മനുഷ്യരുടെ മാനസികാവസ്ഥ. എന്താ വെച്ചാല് അവർ കൂടെയുള്ളവരുടെ കയ്യിൽ നിന്നുള്ളതെല്ലാം ഊറ്റിയെടുക്കും, മറ്റുള്ളവരെ ഒന്നും ഇല്ലാതേക്കും. അവനാന്റെ സ്വാർത്ഥൻ, അവനാന് എന്തുണ്ടെങ്കിലും ഒക്കെ അവനാന്, ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവർക്ക് ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, കാരണം ഗ്ലാസ്സിലെ തുള്ളി വെള്ളം പോലും ഇല്ല, എല്ലാം മറ്റുള്ളവരുടെ എല്ലാ സമ്പാദ്യവും അവൻ ഊറ്റി വലിച്ചെടുക്കും. അതാണ് അതിൻ്റെ അർത്ഥം. അവൻ വളരെ സ്വാർത്ഥനാണ്, കണ്ടല്ലോ. അങ്ങനെ അപ്പൊ പിന്നെ 4ാമത്തെ ഗ്ലാസ്സില് പിന്നെ നമുക്കുള്ളത് കൽക്കണ്ടാണ് കേട്ടോ. അപ്പൊ ആ പ്രതിമ എടുത്തു നോക്കുമ്പോൾ ആ കൽക്കണ്ടം ആ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ആ ഗ്ലാസ്സിൽ പ്രതിമയില്ല, ഒന്നുമില്ല. ചില വിഭാഗം മനുഷ്യർ ഇങ്ങനെയാണ്. അപ്പൊ എന്താണ്, അവരുടെ മറ്റുള്ളവർക്ക് വേണ്ടി ഇവർ ഇല്ലാതാകും. കാരണം അവനാന്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ടാകുന്നതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ എന്താ, അവര് കൂടെ ഉള്ളവരെ മധുരമുള്ളതാക്കി തീർക്കും. അറിയാലോ, കൽക്കണ്ട ഗ്ലാസ്സിലെ വെള്ളം പോലും മധുരമായിട്ടുണ്ടാവും അല്ലേ, കൽക്കണ്ട അത്രയും അലിഞ്ഞു ചേർന്നാല്. അപ്പോൾ കൂടെ ഉള്ളവരെ അവർ മധുരമുള്ളതാക്കി തീർക്കും എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ കേട്ടിട്ടില്ലേ, നല്ലവരുടെ കൂടെ കൂടിയാൽ നമ്മൾ നല്ലവരാവും. അപ്പൊ ഇവൻ നല്ലവനാണ്, അപ്പൊ ചുറ്റുമുള്ളവരെ അവൻ നല്ലവനാക്കി തീർക്കും. അപ്പോ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങള്, പിന്നെ നിങ്ങൾ കുറച്ച് പഞ്ചസാര എവിടെ വെച്ചാലും അവിടെ ഇറുമ്പുകൾ കൂട്ടം കൂടി വരുന്നത് കാണാം. അപ്പോൾ നല്ലവരുടെ കൂടെ എല്ലാ സൗഭാഗ്യങ്ങളും നിറയും.
അവൻ മധുരമുള്ളവനാണ് അല്ലേ? അതുപോലെ തന്നെ നമ്മളെ ജീവിതം, നമ്മൾ എപ്പോഴും നല്ലവനായി ഇരുന്നാൽ മാത്രം മതി, ബാക്കിയുള്ള സൗഭാഗ്യങ്ങളൊക്കെ നമ്മളെ തേടി വരും. അപ്പൊ ഇങ്ങനെ ഓരോ ജീവിതങ്ങളും ഇങ്ങനെയാണ്, നമ്മളെ സമൂഹത്തിലുള്ള ജനങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കഥയാണത്. അപ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യനായി തീരുക എന്നുള്ളതാണ് ഈ കൽക്കണ്ട ഗ്ലാസ്സിൽ പ്രതിമ നമുക്ക് കാട്ടിത്തന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കണം, കൽക്കണ്ട ഗ്ലാസ്സിലെ പ്രതിമയെ പോലെ ആയിരിക്കണം മനുഷ്യരെ എന്നുള്ളതാണ് ഈ കഥയുടെ സാരം. അപ്പോൾ ഗുരുജി കഥ പറഞ്ഞു നിർത്തിയപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി, എല്ലാവർക്കും കാര്യം മനസ്സിലായി. നല്ലവരായി തീരണം എന്നാണ് ഗുരു ഈ കഥയിലൂടെ പറഞ്ഞു തന്നത്, എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ കൽക്കണ്ടം പോലെ ആവണം ജനങ്ങളെ, നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളെ കൂടെ വന്നു ചേരും. ഓക്കെ, നന്ദി, നമസ്കാരം.